ഫുട്ബോളും ഇൻവെസ്റ്റ്മെന്റും തമ്മിലൊരു ബന്ധമുണ്ട്. എന്താണല്ലേ? ഞാനിവിടെ പറയാൻ പോകുന്ന 3 കാര്യങ്ങൾ ഫുട്ബോളിനായാലും ഇൻവെസ്റ്റ്മെന്റിനായാലും ഒരേപോലെ ബാധകമാണ്. അതിലത്തെ ഒന്നാമത്തെ കാര്യമാണ് കൺസിസ്റ്റൻസി. നമ്മൾ ഇന്ന് കാണുന്ന മെസ്സിയും റൊണാൾഡോയും നെയ്മറും എല്ലാം ഒരൊറ്റ രാത്രി കൊണ്ട് സക്സസ് ആയവരാണോ? അല്ല. അവര് നിരന്തരമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ടും ഡെഡിക്കേഷനോടും കൂടിയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് സ്വായത്തമാക്കിയതാണ്. സോ അതേപോലെ തന്നെയാണ് ഇൻവെസ്റ്റ്മെന്റിലും. ഒരു രാത്രി കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ പൈസക്കാരാവാൻ പറ്റില്ല. അതിന് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് നിശ്ചിതമായിട്ടുള്ള ഒരു എമൗണ്ട് എല്ലാ മാസവും നമ്മൾ മാറ്റി വെക്കേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പേഷ്യൻസ് ആണ്. ഒരു ടീം വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് വർഷങ്ങളുടെ തയ്യാറെടുപ്പ് എടുക്കുന്നത് പോലെ തന്നെയാണ് നമ്മളും ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് വർഷങ്ങളോളം അതിന് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്യണം. എന്നാലേ കോമ്പൗണ്ടിങ് എന്ന് പറയുന്ന ഒരു മാജിക് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ കാര്യമാണ് ടീം ബാലൻസിങ്. ഒരു ഫുട്ബോളിന്റെ ടീം എടുക്കുകയാണെങ്കിൽ അതിനൊരു ഗോൾ കീപ്പറും ഒരു മിഡ്ഫീൽഡറും ഒരു സ്ട്രൈക്കറും ഒരു ഡിഫൻഡറും ഇവരെല്ലാം ചേർന്നിട്ടുള്ളതാണ് ഒരു ടീം. അതുപോലെ തന്നെയാണ് ഒരു ഇൻവെസ്റ്റ്മെന്റിന് എമർജൻസി ഫണ്ട് വേണം, RD വേണം, FD വേണം, ഇൻഷുറൻസ് വേണം, സ്റ്റോക്ക് വേണം, മ്യൂച്വൽ ഫണ്ട് വേണം. ഇങ്ങനെ എല്ലാം അടങ്ങിയിട്ടുള്ളതാണ് ഒരു ബാലൻസ്ഡ് പോർട്ട്ഫോളിയോ. ഫുട്ബോളിൽ ജയിക്കുന്നത് ടാലന്റ് കൊണ്ട് മാത്രമല്ല, ഡിസിപ്ലിൻ കൊണ്ടും കൂടിയാണ്. സോ സെയിം ആസ് ഇൻ ഇൻവെസ്റ്റ്മെന്റ് ഓൾസോ.